ബോൾ ബോയ് എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതൊരു ഫുട്ബോൾ റിലേറ്റഡ് ചാനലായിരിക്കും. അപ്പം ഫുട്ബോൾ റിലേറ്റഡ് കണ്ടൻറ്റുള്ള വീഡിയോകളും അങ്ങനത്തെ വീഡിയോകളായിരിക്കും വരുന്ന യൂട്യൂബ് ചാനലിലൂടെ. പിന്നെ മെയിനായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്, ഫുട്ബോൾ കളി കാണാൻ ഇഷ്ടമാണ്, ഫുട്ബോൾ കളി കണ്ട കാര്യങ്ങൾ ആൾക്കാരോട് പറയാൻ ഇഷ്ടമാണ്. മെയിനായിട്ട് പിന്നെ ഇതിലെ കഥാപാത്രങ്ങളും വിഷയങ്ങളും എല്ലാം ഫുട്ബോൾ റിലേറ്റഡ് ആയിരിക്കും. കുറേ വലിപ്പിക്കുന്നില്ല, ഡയറക്റ്റ് ഗെയിമിലോട്ട് പോകും. അത്ലറ്റിക്കോ മാഡ്രിഡ് വേഴ്സസ് റയൽ മാഡ്രിഡ്. വാട്ട് എ ഗെയിം! അതിഗംഭീരമായ ഒരു ഗെയിമായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീറ്റ് ആയിരുന്നു ഇന്നലത്തെ കളി. 120 മിനിറ്റ് വരെ അവസാനം വരെ രണ്ട് ടീമും നല്ല രീതിയിൽ കളിച്ചു. ഇന്നലത്തെ റയൽ മാഡ്രിഡിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 4-4-2. ഈ സെയിം പൊസിഷൻ തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും. പിന്നെ ഇന്നലെ റയൽ മാഡ്രിഡിന് വേണ്ടി കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പ്ലെയർ ആട്ടോ ടിബോട്ട് കോർട്ടിയസ്. അത്യാവശ്യം അറിയിച്ചൊരു പുരസ്കാരം പുള്ളിക്ക് ഇന്നലെ കിട്ടി. ഹീറോ ഓഫ് ദ മാച്ച് പുള്ളിയായിരുന്നു. പിന്നെ പുള്ളി ലാലിഗയൊക്കെ അടിച്ചു വെക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനമാണ്. അത്യാവശ്യം ഹൈ റേറ്റിംഗ് ഉള്ള പ്ലെയറായിരുന്നു ഇന്നലത്തെ. രണ്ടാമത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫെഡെ വാൽവെർദെ ഫ്രം ഉറുഗയുടെ ഒരു അസറ്റ്, റയൽ മാഡ്രിഡിൻ്റെ ഒരു അസറ്റ്. ഫെഡെ വാൽവെർദെ എന്നൊരു പ്ലെയർ എനിക്ക് കാണുന്നത് നല്ലൊരു ക്യാപ്റ്റൻസി ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ക്യാപ്റ്റൻ കൂളാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ വിങ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെൻറ്റർ മിഡ്ഫീൽഡാണ്. പക്ഷേ പുള്ളി കളിക്കുന്ന ഇന്നലെ റൈറ്റ് ബാക്കായിരുന്നു. കാരണം ഇപ്പോഴത്തെ റയൽ മാഡ്രിഡിൻ്റെ അവസ്ഥ അനുസരിച്ച് റൈറ്റ് ബാക്ക് കളിക്കാൻ ഒരു പ്ലെയർ ഇല്ല. കാരണം കാർവജാലിന് ACL ഇഞ്ചുറിയാണ്, പുള്ളി പുറത്താണ്. ലൂക്കാസ് വാസ്കസ് ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും ആൻസലോട്ടി ലൂക്കാസ് വാസ്കസിനെ കളിപ്പിക്കുന്നത് ആ വീക്ക് ആയതുകൊണ്ടായിരിക്കും ആ സൈഡ് വാൽവെർദേനെ ആ പൊസിഷനിലോട്ട് കളിപ്പിച്ചത്. പക്ഷെ എന്നിരുന്നാലും വാൽവെർദെ അതിഗംഭീരമായി ആ പൊസിഷൻ നിലനിർത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. നല്ല ക്രോസുകൾ പോയിട്ടുണ്ട്, നല്ല വിങ്ങിലോട്ട് പാസുകൾ പോയിട്ടുണ്ട്, പന്ത് റിസീവ് ചെയ്യുന്നുണ്ട്, എല്ലാം നല്ല രീതിയിൽ കളിച്ചു. അടുത്ത എനിക്ക് പറയാനുള്ളത് അസെൻസിയോനെ കുറിച്ചാണ്. അസെൻസിയോ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പ്ലെയറാണ്. അക്കാദമി പ്രോഡക്റ്റാണ്, റയലിൻ്റെ അക്കാദമി പ്രോഡക്റ്റാണ്. ഫ്യൂച്ചർ ജമ്മിലോട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് റയൽ മാഡ്രിഡിൻ്റെ. അത്യാവശ്യം സെർജിയോ റാമോസിന് കളിക്കുന്ന ആ ശൈലിയാണ് ഇപ്പം അസെൻസിയോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അസെൻസിയോയെ കാണുന്ന ഞാൻ എഴുതുന്നതാണ് മെൻറ്റാലിറ്റി ആൻഡ് അഗ്രഷൻ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മെൻറ്റാലിറ്റിയും അഗ്രഷനാണ് പുള്ളി കളി. കാരണം ഇപ്പോൾ ഒരു ട്രയലിൽ 3-2 എന്നുള്ള രീതിക്കാണ്, എങ്ങനെയും 4-2 അടിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് അസെൻസിയോ. പിന്നെ അസെൻസിയോ കണ്ട ഞാൻ ഒരു ടാക്ലിങ് ആട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള ടൈമിങ് ടാക്കിളാണ്. ഇന്നലെ ഒരു ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് വന്നൊരു ടാക്കിളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിറ്റിക്കെതിരെ നല്ല രീതിയിലുള്ള ടാക്ലിങ്ങൊക്കെ ഉണ്ട്. മുമ്പത്തെ ഗെയിമൊക്കെ വാച്ച് ചെയ്താൽ മതി. അസെൻസിയോയുടെ ടാക്ലിങ്ങൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ളതാണ്. പിന്നെ എനിക്ക് അടുത്തതിലോട്ട് അണ്ണൻ റൂഡിഗറിലോട്ടാണ്. റൂഡിഗർ അതിമനോഹരമായ ആ ബാക്ക് പൊസിഷൻ നല്ല നിലത്തുന്നുണ്ട് 3-4 കൊല്ലമായിട്ട്. പിന്നെ ഇന്നലെ റൂഡിഗറിൻ്റെ ഒരു നല്ലൊരു മൊമെൻ്റാണ്, പെനാൽറ്റി അടിച്ചതിന് റണ്ണിങ് മൊമെൻ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ ഇനി റയൽ മാഡ്രിഡിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ വിനീഷ്യസ് ജൂനിയറിൻ്റെ ആയിരുന്നു. വിനീഷ്യസ് ജൂനിയർ ഇന്നലെ ഭയങ്കര ഡൗൺ ആയിരുന്നു. പുള്ളിക്കാരൻ്റെ ഇങ്ങോട്ട് പന്ത് പോകുന്നുമില്ല, പന്ത് പോകുന്നത് പുള്ളിക്കാരൻ റിസീവ് ചെയ്യുന്നു, 2 സ്കില്ലൊക്കെ കാണിച്ച്, പക്ഷേ എതിർ ടീമിൽ അത് ഇൻ്റർസെപ്ഷൻ ആയിട്ട് പോവുക, അങ്ങനെ കളി തുടരുകയായിരുന്നു. പിന്നെ എംബാപ്പേനെ കുറിച്ച് പറയാം. എംബാപ്പെ എന്ന് പറയുന്നത് ഇന്നലത്തെ കളിച്ച കളി അത്യാവശ്യം പന്ത് ഹോൾഡ് ചെയ്ത് 2 പേർ കട്ട് ചെയ്ത് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടോ. എംബാപ്പെ ഇന്നലെ ഒരു പെനാൽറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഒരു കാര്യം പറഞ്ഞു പോയി മാറേ, വിനീഷ്യസ് ഇന്നലൊരു പെനാൽറ്റി അടിച്ച് കളഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് പ്ലേയേഴ്സ് എന്ന് പറയുന്ന ജൂലിയ ആൽവസ് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സൈനിങ് ആയിരുന്നു ഈ കൊല്ലത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് എടുത്ത ജൂലിയ ആൽവസ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രകടനമാണ് ഇപ്പം ലാലിഗയിലും കാഴ്ച വെക്കുന്നത്. ഇന്നലത്തെ കളിയും കാഴ്ച വെച്ചാൽ അത്യാവശ്യം നല്ലൊരു ഷൂട്ട് ഓൺ ടാർഗറ്റൊക്കെ വെച്ചായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത് ഗ്രീസ്മാനെ കുറിച്ചാണ്. ഗ്രീസ്മാൻ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു ഇന്നലെ. ആ പുള്ളി ഈ പ്രായത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാസ് ഇടുന്നുണ്ട്, ത്രൂ ഇടുന്നുണ്ട്, നല്ല ആൾക്കാർ കളിപ്പിക്കുന്നുണ്ട്, കണക്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഇന്നലെ ഒരു ഡൗൺ ആയിട്ട് പറഞ്ഞത് മണ്ടാവയെ കുറിച്ചാണ്. മണ്ടാവയുടെ പൊസിഷൻ അത്യാവശ്യം പൊട്ടുന്നുണ്ടായിരുന്നു. ആ പൊട്ടുന്ന സാഹചര്യത്തിൽ റയൽ മാഡ്രിഡ് ടീമുകളായി അത്യാവശ്യം നല്ല രീതിയിൽ ആ പാസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് ചൂസ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോളൊന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇനി വേറൊരു കാര്യം പറയുന്നത്, ഇന്നലത്തെ കളി യെല്ലോ കാർഡിൻ്റെ മേളയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു 8 യെല്ലോ കാർഡ് വന്നിട്ടുണ്ട്. 4-4 രണ്ട് ടീമിനും വേണ്ടി 4-4 ഫൗളിനും ആർഗ്യുമെൻസിനും പിന്നെ ടൈം വേസ്റ്റിങ്ങൊക്കെ കുറേ യെല്ലോ കാർഡ് ഇട്ടിട്ടുണ്ട് ഈ ടീമുകളായിട്ടും. പിന്നെ എനിക്കിനി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഇങ്ങനെ പുറത്തായി UCL നിന്ന്, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി. റയൽ മാഡ്രിഡാണ് അടുത്ത ക്വാർട്ടറിലോട്ട് കയറി. അടുത്ത അവരുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഗണ്ണേഴ്സാണ്. അതായത് ആർസണൽ ലണ്ടനിലും കാണും, സ്പെയിനിലെ മാഡ്രിഡിലും കാണും. ആ കളി കാണാൻ വേണ്ടി ഞാൻ വെയിറ്റ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഇതുപോലത്തെ ഇനി വീഡിയോകൾ ഇനി അടുത്ത മാച്ചിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പം നിങ്ങളുടെ കമൻറ്റുകൾ, നിങ്ങളുടെ അഭിപ്രായം ചെയ്യുക. നന്ദി, നമസ്കാരം.